എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ കിഷോർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ച കഥയുടെ പിന്തുടർച്ചയായിട്ടാണ് ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അനുഭവ കഥയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അനിയൻ വരുന്നു. അവൻ എനിക്കൊരു വിഗ്രഹം തരുന്നു. വിഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഗജാരൂഢയായ ദേവിയാണ് ആ വിഗ്രഹം. ദേവിയുടെ കൈകളിൽ വിളക്കുണ്ട്. വിളക്കിലൊക്കെ ചരാതുകൾ ഇരിക്കുന്നുണ്ട്. ആ ചരാതുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മെഴുകുതിരി വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അതെല്ലാം പോളിഷ് ചെയ്ത് വെച്ച അന്ന് തൊട്ടിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, പെയിൻറ്റേഴ്സ് വീണ കാര്യം പറഞ്ഞു. അവിടെയാണ് നമ്മൾ കഥ നിർത്തിയത്. അപ്പോൾ അവിടെയൊന്നും ഷോക്കില്ല എന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് ഒരു 3-4 മാസം സമയം എടുത്തിട്ടാണ് കേട്ടോ. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, പക്ഷെ ഇത് പതുക്കെ ഗ്രാജ്വലി സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇതൊരു ദിവസം ഉണ്ടായി. ഇത് കഴിഞ്ഞ് ഒരു ഇടയ്ക്ക് ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നും, ഞാൻ താഴത്താണ് ഇരിക്കണേ വെച്ചാൽ എനിക്ക് തോന്നും മുകളിൽ ആരോ ഉണ്ടോ, എന്തോ ശബ്ദം കേട്ടമാതിരി തോന്നും. അതേമാതിരി ഞാൻ മുകളിലാണ് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് തോന്നും താഴത്ത് ആരോ എന്തോ തട്ടിയോ, എന്തോ ശബ്ദം കേട്ടോ. ഇങ്ങനെ ഇതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ തീരെ പതിവില്ലാത്ത കാര്യമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം വളർന്നതേ ഒരു നിരീശ്വരവാദിയായിട്ടാണ്. ഇടമറുകിൻ്റെയും A.T. കോവൂരിൻ്റെയും ഒക്കെ ബുക്ക് വായിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെയുള്ള ഒരു പേടികളോ ഒന്നുമില്ല. രാത്രി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാത്രി ഞങ്ങളുടെ മോട്ടറിൻ്റെ സ്വിച്ച് വീടിൻ്റെ പുറത്താണ്. അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ചില സമയത്ത് ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം മുകളിലേക്ക് കയറും. അപ്പോൾ ആ പൈപ്പിൻ്റെ സ്വിച്ചും പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ രാത്രി അടയ്ക്കാൻ മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്തും ഇത് ഓവർഫ്ലോ ആവും. ഞാൻ ഇതിൻ്റെ സമയം നോക്കുമ്പോൾ ചിലപ്പോൾ രാത്രി 2 മണിയായിരിക്കും, ചിലപ്പോൾ അത് 2:30 ആയിരിക്കും, 1 മണിയായിരിക്കും. പക്ഷെ ഞാൻ ആരെയും വിളിച്ചുണർത്താറില്ല. ഞാൻ സുഖമായി താഴത്ത് പോയി ബാക്ക് ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഞാൻ ആ വാൾവ് പൂട്ടിയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്ന ആളാണ്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് എൻ്റെ വെറുതെ ഒരു ചിന്തയല്ല എന്ന് പറയുകയാണ്. കാരണം ഞാൻ അത്രയ്ക്കും അങ്ങനെയുള്ള ഒരാളാണ്, ഒരു ധൈര്യമുള്ള ഒരാളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള അന്ധമായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മുകളിലുണ്ട് തോന്നും, താഴത്തുണ്ട് തോന്നും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അധികം വരാൻ വൈകും. അപ്പോൾ ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് കണ്ടു ഞങ്ങളുടെ മീറ്റർ ആ സ്വിച്ച് അത് കത്തുന്നു. അതിങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തീ വന്നിട്ട് ഇങ്ങനെ കത്തുക. എന്നാൽ ലൈറ്റ് പോകണമില്ല. സാധാരണ നിലയിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവണ ഒരു സ്വിച്ചാണ്. എന്നിട്ട് പോലും ഇതാവുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അവന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾക്കാരെയൊക്കെ വിളിക്കേണ്ടി വന്നു. അടുത്ത വീട്ടുകാർ വന്ന് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർക്ക് മെയിൻ ലൈൻ തന്നെ ഓഫ് ചെയ്യേണ്ടി വന്നു അത് നിർത്താൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ആരോ ഉണ്ട് എന്നുള്ളൊരു, ഞാനല്ലാതെ ആരോ ഇവിടെ ഉണ്ട് വീട്ടിൽ, അങ്ങനെ ഒരു ചിന്തയാണോ അത് ശരിക്കാണ് എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ മോളെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി താഴ്ത്തുനിന്ന് ആരോ എന്നെ വിളിച്ചു എന്ന്. പക്ഷെ ഞാനത് മോളെടുത്ത് പ്രകടിപ്പിക്കാനൊന്നും പോയില്ല. ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, 1 മിനിറ്റ് അമ്മ, അപ്പോൾ വരെ അമ്മ എന്തോ എടുക്കാൻ മറന്നുണ്ട്, അമ്മ 1 മിനിറ്റ് അമ്മ തോർത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് വന്നു. അതിലൊന്നും ആരുമില്ല, നിശബ്ദമാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ മോൾ എന്നോട് ചോദിക്കുകയാണ്, ആരാ അമ്മയെ വിളിച്ചത് എന്ന്. അപ്പോൾ അവൾ കേട്ടു വിളിച്ചത് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പേടി, എനിക്ക് വീടിൻ്റെ ഉള്ളിലിരിക്കാൻ വയ്യ. എനിക്ക് വീടിൻ്റെ പുറത്താണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഈ വീട് വേണ്ടാന്നൊരു, ആര് വീട്ടിൽ വന്നാലും, എൻ്റെ ചേട്ടനായാലും വിരോധമില്ല, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആയാലും വിരോധമില്ല. ആര് വന്നാലും ഞാൻ പറയും ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അവരെ പോകാൻ വിടില്ല, അവിടെ താമസിക്കണം അവർ. കാരണം എനിക്ക് പേടിയാണ്. എന്തിനാ ഞാൻ പേടിക്കണേ എനിക്കറിയില്ല. ഞാനിത് ആരോടാ പറയുക അതും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്നെ കാണുന്നവരും പറയാം അങ്ങനെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഗ്രാജുവലായി ഇങ്ങനെ വന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു നായ, എനിക്കൊരു നല്ലൊരു ഡോബർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന്
ഒരു നല്ല ഒരു ഡോബർമാൻ ഫീമെയിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം അവരിവിടെ വന്നിട്ടൊന്ന് ക്രോസ് ചെയ്യിപ്പിക്കാൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഈ നായപ്രാന്തുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നായ്ക്ക് ആരോഗ്യമൊന്നും ഇല്ലാത്തത് ഏത് വലിയ ബ്രീഡായിട്ടും കാര്യമില്ല. അതിനെ മര്യാദയ്ക്കല്ല നോക്കുന്നതെന്ന് വെച്ചാൽ ആ നായെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡോബർമാൻ ഫീമെയിലിനെ ഇവർ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ 4 പേര് പിടിച്ചിട്ടാണ് ഈ ഫീമെയിൽ ചാടി ജീപ്പിൽ നിന്ന് ഇറങ്ങണത്. അങ്ങനെ ചങ്ങലയിട്ടിട്ട് ജീപ്പിൽ കൊണ്ടുവന്നിരിക്കുക. അതിനെ അങ്ങനെ പിടിച്ച് ഇതിങ്ങനെ കുരച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ നമുക്ക് ചോദിക്കായിരുന്നു കേട്ടോ ആൻ്റണിയുടെ അടുത്ത്, ഇതിലുണ്ടാവണ കുട്ടികളെ നമുക്ക് ഒരെണ്ണം തരണം എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. ഞാൻ അവിടേക്ക് ഈ പട്ടീനെയും വിട്ടു, ഞാൻ എൻ്റെ നായേനെ അഴിച്ചു വിട്ടു ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പതുക്കെ കേർട്ടൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ എന്താ ഈ വന്നിരിക്കുന്ന ഫീമെയിൽ നായ വീണ് കിടക്കുകയാണ്. അതിൻ്റെ നാക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ മെയിൽ ഡോഗ് കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേറെയും കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ആൻ്റണിയുടെയാണ് ഈ ഫീമെയിൽ. വേഗം അവർ വന്നു, ബാക്കിയുള്ളവരൊക്കെ വന്നു. ഈ വന്ന ആൾക്കാർ ഒക്കെ കൂടി പിടിച്ച് ഞാൻ പറഞ്ഞു, അയ്യോ വേഗം അതിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, അത് എന്തോ പറ്റിയിട്ടുണ്ട്, അതെന്താ പറ്റിയെന്ന് അറിയില്ല എന്ന്. അതിനെ എടുത്ത് കാറിലിട്ട് ആ കാറ് ഗേറ്റ് കടന്നില്ല, അതിനു മുമ്പ് ആ ഫീമെയിൽ മരിച്ചു. അത് ചത്തുപോയി ആ നായ. അപ്പോൾ എന്തായി, ഇതൊന്നും പക്ഷേ എൻ്റെ മനസ്സിനെ അലട്ടുന്നില്ല കേട്ടോ. അയ്യോ അതെന്താ അങ്ങനെ പറ്റിയ, അല്ലെങ്കിൽ നായ എന്താ അങ്ങനെ ചത്തുപോയേ, അപ്പോഴൊന്നും ഞാൻ ഒന്നും കണക്ട് ചെയ്ത് ചിന്തിക്കുന്നില്ല. എനിക്ക് എൻ്റെ വെറി മുഴുവൻ എൻ്റെ ഈ പേടി എന്താണ് എന്നുള്ളതാണ്. എനിക്ക് എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കാൻ പറ്റാത്തത്, എന്താ ഈ പേടി അറിയില്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ബാസിച്ചേട്ടൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ എപ്പിസോഡിലെ ഞാൻ പറഞ്ഞു ബാസിച്ചേട്ടനെ പറ്റിയിട്ട്. അപ്പോൾ ബാസിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ബാസിച്ചേട്ടൻ എനിക്ക് തോന്നുക എനിക്ക് എന്തോ ഒരു സൈക്യാട്രി പ്രോബ്ലം ഉണ്ട്, അതാണ് എൻ്റെ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു, എന്തോ ഉണ്ട്, ആരോ ഉണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം. അപ്പോൾ ബാസിച്ചേട്ടൻ വെറുതെ നീ ഓരോന്ന് പറയാമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് അത് ബാസിച്ചേട്ടൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ഈ പ്രശ്നം എന്താണ്. ഈ നായ ചത്തു, ഇതൊക്കെ അതിൻ്റെ പാട്ടിനിങ്ങനെ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ നായ ചത്തതൊന്നും എൻ്റെ മനസ്സിനെ ഒട്ടും അലട്ടാത്ത പ്രശ്നങ്ങളാണ് നായകൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾക്ക് പനി വന്നിട്ട് അതിങ്ങനെ ഒരു 4 ദിവസം പനിക്കും, പിന്നെ 2 ദിവസം പനി ഉണ്ടാവില്ല. ഇനി ഈ കോഴിക്കോട് കാണിക്കാനുള്ള പീഡിയാട്രീഷ്യൻസ് ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര പേരെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. പനിയും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ പനിയുടെ മരുന്ന് എല്ലാ ടെസ്റ്റുകളും കൾച്ചർ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ കൾച്ചർ ചെയ്യണം, ബ്ലഡ് കൾച്ചർ ചെയ്യണം. ഇനി അവൾക്ക് എടുക്കാത്ത യാതൊരു വിധ ടെസ്റ്റുകളും ഇല്ല, എല്ലാത്തിലും ഒന്നുമില്ല. എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കണ്ടേ, എന്നാലല്ലേ നമ്മൾക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മകളുടെ അസുഖവും കൂടി ആയപ്പോൾ സത്യമായിട്ട് ഞാൻ മെൻ്റലി വളരെ തളർന്നുപോയി. അപ്പോഴും ഞാനൊന്നും ഈ വിഗ്രഹത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്നെ വേറെ ഒന്നും ആലോചിക്കുന്നില്ല കേട്ടോ. വിഗ്രഹം അപ്പോഴും പരമസുന്ദരമായിട്ട് വളരെ പ്രൗഢിയോട് കൂടിയിട്ട് സിറ്റിംഗ് റൂമിലിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഭവം നിർത്തുന്നു. അടുത്തതിൽ ഞാനിനി ബാക്കിയുള്ളത് പറയുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.